ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനൊപ്പവും സദ്യക്കൊപ്പവും വിളമ്പാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണ് വെള്ളരിക്ക കിച്ചടി. വെൽക്കം ടു ദ വീഡിയോ. വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കുന്നതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 250 ഗ്രാം വെള്ളരിക്ക കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. വെള്ളരിക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളരിക്ക കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിക്കാം. 1/4 കപ്പ് വെള്ളവും ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിം ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒത്തിരി അങ്ങ് തിളച്ച് പോകേണ്ട ആവശ്യമില്ല. ഇത് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതാണ് കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസം. കിച്ചടിയിൽ നമ്മൾ കടുക് ചതച്ചിട്ട് കൊടുക്കും. തീ സിമ്മിലാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. തൈരും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചേർക്കുന്ന തൈരിൻ്റെ പുളിപ്പിനനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. കിച്ചടി താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് 2 കഷ്ണങ്ങളായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില, താളിച്ച് വെച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അതിനുശേഷം കറി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 10 മിനിറ്റ് അടച്ചു വയ്ക്കുന്നത് താളിച്ചതിൻ്റെ ഫ്ലേവർ എല്ലാം കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ സ്വാദിഷ്ടമായ കിച്ചടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കിച്ചടി നമുക്ക് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം.